Hello students, നമ്മൾ ഇന്ന് പ്രോബ്ലം നമ്പർ 6 ഡിസ്കസ് ചെയ്യുന്നു. രാജസ്ഥാൻ ലിമിറ്റഡ് ഇഷ്യൂഡ് ഫോർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ 40,000 equity shares rupees 10 each at a premium of rupees 2 per share payable as follows on application rupees 2. അപ്പോൾ 40,000 ഷെയറാണ് ഇവിടെ ഇഷ്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. 40,000 ഷെയർസ്. ഓക്കെ, അപ്പോൾ ഈ 40,000 ഷെയർസിൻ്റെ ഷെയർസാണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓവർ സബ്സ്ക്രിപ്ഷൻ വരികയാണെങ്കിൽ നമ്മളത് സെറ്റ് ചെയ്യണം. ഒരു ഷെയറിൻ്റെ വില 10 രൂപയാണ്, സെക്യൂരിറ്റി പ്രീമിയം 2 രൂപ കിട്ടും. ഓക്കെ, അപ്ലിക്കേഷനിൽ 2, അലോട്ട്മെൻറ്റിൽ 5, അതിൽ പ്രീമിയം 2 പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് കോള് 2, ഫൈനൽ കോള് 3, സെക്കൻഡ് ആൻഡ് ഫൈനൽ കോൾ റുപ്പീസ് 3. അപ്ലിക്കേഷൻസ് വർ റിസീവ്ഡ് ഫോർ 60,000 ഷെയർസ്. എത്ര അപ്ലിക്കേഷൻസ് കിട്ടി? 60,000 ഷെയർസ് കിട്ടി. അപ്പോൾ 60,000 × 2 ആണ് അപ്ലിക്കേഷൻ മണി വരിക. ഓക്കെ, അലോട്ട്മെൻറ്റ് വാസ് മെയ്ഡ് പ്രോരാറ്റ ടു ദ അപ്ലിക്കൻസ് ഫോർ 50,000 ഷെയർസ്. 50,000 ഷെയറിന് ആണ് പ്രോരാറ്റ ബേസിൽ ഷെയർ കൊടുത്തത്. അപ്പോൾ 50,000 ഷെയറിന് പ്രോരാറ്റ ബേസിൽ ഷെയർ കൊടുത്തു പറയുമ്പോൾ 50,000 ഷെയറിന് 40,000 ഷെയർ കൊടുത്തു. അപ്പോൾ 10,000 ഷെയറിൻ്റെ എക്സസ് അപ്ലിക്കേഷൻ മണി ഉണ്ട്, അത് അവരുടെ അലോട്ട്മെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ 50,000 ഷെയറിൽ 60,000 ഷെയറിൽ 50,000 ഷെയറിനുള്ള പ്രോരാറ്റ ബേസിൽ ചെയ്തത്. അപ്പോൾ ബാക്കി ഒരു 10,000 ഷെയർ ഉണ്ടല്ലോ, ആകെ 60,000 ഷെയർ കിട്ടി. 60,000 ഷെയർസാണ് ടോട്ടൽ അപ്ലിക്കേഷൻ. അപ്പോൾ ടോട്ടൽ അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് is 50,000 and shares allotted is 40,000. Here 40,000 shares are issued to those who are applied for 50,000 shares. So here 10,000 applications are excess. So the amount received on application or application money received on that excess application of 10,000, it will be 10,000 into 2, 20,000. It will be adjusted to share allotment. And from 60,000 we should deduct 50,000 from the 60,000. Then here 10,000 is also excess application. ഇവിടെ 10,000 അപ്ലിക്കേഷൻസിന് ഒരു ഷെയർ പോലും നമ്മൾ കൊടുത്തല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഫുള്ളായിട്ട് നമ്മൾ റിജക്റ്റ് ചെയ്യണം. ഓക്കെ, മണി ഓവർ പെയ്ഡ് ഓൺ അപ്ലിക്കേഷൻസ് ഇവിടെ പറയുന്നുണ്ട്. ദ റിമൈനിങ് അപ്ലിക്കൻസ് ബീങ് റിഫ്യൂസ്ഡ് എന്ന് പറയുന്നത് റിമൈനിങ് 10,000. ഓക്കെ, മണി ഓവർ പെയ്ഡ് ഓൺ അപ്ലിക്കേഷൻ വാസ് അപ്ലൈഡ് ടുവേർഡ്സ് സംസ് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ്. Achu to whom 1,600 shares were allotted failed to pay the allotment money, and Mikku to whom 2,000 shares were allotted failed to pay the 2 calls. അപ്പോൾ 1,600 ഷെയർ വാങ്ങിച്ച അച്ചു അലോട്ട്മെൻറ്റ് മണി അടയ്ക്കുന്നില്ല. മിക്കു ടു ഹൂം 2,000 ഷെയർസ് വർ അലോട്ടഡ്. മിക്കു എന്നുള്ള ഷെയർ ഹോൾഡർ 2,000 ഷെയർ വാങ്ങിച്ചിട്ടുണ്ട്. ഫെയിൽ ടു പേ ദ 2 calls. അയാൾ 2 കോൾ അടച്ചില്ല എന്നുള്ളത്. ദീസ് ഷെയർസ് വർ സബ്സിക്വൻ്റ്ലി ഫോർഫിറ്റഡ് ആഫ്റ്റർ ദ ഫൈനൽ കോളസ്മെൻറ്റ്. അപ്പോൾ അച്ചു 1,600 ഷെയർ വാങ്ങിച്ച അലോട്ട്മെൻറ്റ് തന്നില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ 2 ഷെയർസും ഫൈനൽ കോളിന് ശേഷമാണ് ഫോർഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അച്ചുവിൻ്റെ ഷെയർ ആയാലും മിക്കുവിൻ്റെ ഷെയർ ആയാലും ഫൈനൽ കോൾ നടത്തിയതിന് ശേഷമാണ് അവിടെ ഫോർഫിച്ചർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ആഫ്റ്റർ ദ ഫൈനൽ കോളസ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് ജേർണലിറ്റീസ് ഇൻ ദ ബുക്സ് ഓഫ് ദ കമ്പനി ടു റെക്കോർഡ് ദി അബോ ഷെയർ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് 40,000. Then number of applications received 60,000, 60,000. 40,000 shares allotted on pro rata basis to the applicants of 50,000 shares. 50,000 അപ്ലിക്കൻസിന് 40,000 ഷെയർ പ്രോ റേറ്റ ബേസിൽ കൊടുത്ത് അവിടെ ഒരു എക്സസ് അപ്ലിക്കേഷൻ 10,000 ഉണ്ട്, അത് നമ്മൾ അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, അതർ 10,000 അപ്ലിക്കേഷൻസ് വർ റിജക്റ്റഡ്. മൊത്തം 10,000 ഷെയറിൻ്റെ അപ്ലിക്കേഷൻസ് റിജക്റ്റ് ചെയ്യണം. അപ്പോൾ റീഫണ്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് എൻട്രിയുടെ എമൗണ്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യത്തെ തന്നെ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ്? 60,000 ഷെയറിന് 2 രൂപ വെച്ച്. 60,000 ഷെയറിന് 2 രൂപ വെച്ച് 12, 1,20,20,000 രൂപ, 1,20,000 രൂപ. ഓക്കെ, അത് ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യണം. 1,20,000. ഓക്കെ, അപ്ലിക്കേഷൻ മണി റിസീവ്ഡ് ഓൺ 60,000 ഷെയർസ് റുപ്പീസ് ടു ഈച്ച്. പിന്നെ നമ്മൾ അപ്ലിക്കേഷൻ മണിയുടെ ട്രീറ്റ്മെൻ്റ് ആണ്. ഷെയർ അപ്ലിക്കേഷൻ അക്കൗണ്ട് ലെറ്റർ 60,000 to 1,20,000 ആണ്. പക്ഷേ 1,20,000 മുഴുവനും ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഷെയർ എത്രയാണ്? 40,000 ആണ്. അപ്പോൾ 40,000ൻ്റെ അപ്ലിക്കേഷൻ മണി മാത്രം ഷെയർ ക്യാപിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ 40,000 into 80,000. ഓക്കെ, ഇനി ഷെയർ അലോട്ട്മെൻറ്റിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് 10,000 2, 20,000 ടു ബാങ്ക് റിട്ടേൺ ചെയ്യുന്നത് 10,000 into 2, 20,000, 20,000. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അപ്ലിക്കേഷൻ മണി ഓൺ 40,000 ഷെയർസ് ട്രാൻസ്ഫർ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഓൺ 10,000 എക്സസ് അപ്ലിക്കേഷൻ മണി ട്രാൻസ്ഫർ ടു ഷെയർ അലോട്ട്മെൻറ്റ്, ആൻഡ് ഓൺ 10,000 ഷെയർസ് റീഫണ്ടഡ്. ഓക്കെ,
അങ്ങനെ അപ്ലിക്കേഷൻ മണിയുടെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് ഷെയർ അലോട്ട്മെൻ്റ് അക്കൗണ്ടാണ്. അപ്പോൾ 40,000 ഷെയറാണ് നമ്മൾ കൊടുത്തത്. 40,000 × 5 പ്രീമിയം ഉൾപ്പെടെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 40,000 × 5 40,000 × 5 22 lakh. 2 lakh ആണ് അവിടെ നമുക്ക് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ടിൽ നമുക്ക് ഡെബിറ്റ് ചെയ്യുന്നത്. ഇനി ക്രെഡിറ്റ് ചെയ്യുന്നത് 40,000 × 3 40,000 × 3 1,20,000. സെക്യൂരിറ്റി പ്രീമിയം 40,000 × 2 80,000. ഓക്കെ. അലോട്ട്മെൻറ്റ് മണി ഡ്യൂ ഓൺ 40,000 shares ₹5 each, including premium ₹2 per share. അപ്പോൾ 40,000 ഷെയറാണ്, 5 രൂപയാണ് ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് മണി. അതിൽ പ്രീമിയം ഉണ്ട്. അപ്പോൾ പ്രീമിയം സെപ്പറേറ്റ് എഴുതി, വേറെ അതിൽ പ്രശ്നമൊന്നുമില്ല. ഇനി ബാങ്ക് അക്കൗണ്ടിലിട്ട് ഷെയർ അലോട്ട്മെൻറ്റ്. ഇവിടെയാണ് നമുക്ക് ഒരു എക്സസ് അപ്ലിക്കേഷൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് കിട്ടേണ്ടത് 2 lakh rupees-ആണ്. അപ്പോൾ 2 lakhൽ നിന്ന് 20,000 ഓൾറെഡി നമ്മൾ മൈനസ് ചെയ്യുന്നു. ഈ 20,000 മൈനസ് ചെയ്യാനുള്ള കാരണം എന്താ? 10,000 അപ്ലിക്കേഷൻസ് നമുക്ക് നമ്മൾ അലോട്ട്മെൻറ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 10,000 × 20,000 അത് കുറച്ചാണ് അലോട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആ 20,000 അവിടെ മൈനസ് ചെയ്തു. കൂടാതെ 1,600 ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് തന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ 1,600 ഷെയറിന് അയാൾ അടയ്ക്കേണ്ട അലോട്ട്മെൻറ്റ് മണി എന്ന് പറയുന്നത് 1,600 × 5 ആണ്. ഓക്കെ, അത് ക്ലിയർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് 1,600 ഷെയറിൻ്റെ അലോട്ട്മെൻറ്റ് മണി അടച്ചില്ല എന്ന് പറയുമ്പോൾ ആ 1,600 ഷെയറിന് ആൾ അടയ്ക്കേണ്ട എമൗണ്ട് 1,600 × 5 1,600 × 8,000 വരും. 8,000 ഷെയറാണ്, 8,000 രൂപയാണ് അലോട്ട്മെൻറ്റിനായിട്ട് അയാൾ അടയ്ക്കേണ്ടത്. അയാൾ അടച്ചില്ല. പക്ഷേ ഇവിടെ പ്രോറാറ്റ ബേസിലാണ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 50,000 ഷെയറിൻ്റെ അപ്ലിക്കേഷൻസിന് 40,000 ഷെയർ കൊടുത്തിരിക്കുന്നത്. 40,000 ഷെയർ കിട്ടണമെങ്കിൽ 50,000 ഷെയറിന് അപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ 4 ഷെയർ കിട്ടണമെങ്കിൽ 5 ഷെയറിന് അപ്ലൈ ചെയ്യണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ പറഞ്ഞത്? 4 ഷെയർ കിട്ടണമെങ്കിൽ 5 ഷെയറിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 1,600 ഷെയർ അല്ലേ ഇയാൾ കിട്ടിയത്. അപ്പോൾ 1,600 ഷെയറിന് 1,600 ഷെയർ ഇയാൾക്ക് കിട്ടണമെങ്കിൽ ഇയാൾ എത്ര ഷെയറിന് അപ്ലൈ ചെയ്യണം? 1,600/4 × 5 2,000 ഷെയറിന് ഇയാൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ 1,600, അതായത് 40,000 ഷെയറിന് കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്നു. 50,000 അപ്ലിക്കേഷൻസിനാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 50 ഷെയർ അപ്ലൈ ചെയ്താലാണ് 40 ഷെയർ കിട്ടുക. ഒന്നുകൂടി ചെറുതാക്കി പറയുകയാണെങ്കിൽ 5 ഷെയർ അപ്ലൈ ചെയ്താലാണ് 4 ഷെയർ കിട്ടുക. 4 ന് 5 ന് 4 എന്നുള്ളത് 5 4 ന് 5 അല്ല 5 ന് 4 5 ഷെയറിന് അപ്ലൈ ചെയ്താൽ 4 ഷെയർ കിട്ടും. ഇതാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഷെയർ ഹോൾഡർ 1,600 ഷെയറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 1,600 ഷെയറിന് ഇയാൾ കിട്ടണമെങ്കിൽ ഇയാൾ എത്ര ഷെയറിന് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം? അപ്പോൾ 1,600 × 5/4 അപ്പോൾ 2,000 വരും. അപ്പോൾ 2,000 ഷെയറിനാണ് ഇയാൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കിട്ടിയത് 1,600. അപ്പോൾ ഒരു 400 ഷെയറിൻ്റെ എക്സസ് അപ്ലിക്കേഷൻ മണി അവിടെ ഉണ്ട്. 400 × 2 ആ 400 × 2 കുറയ്ക്കണം. അത്രയും രൂപ അടച്ചാൽ മതി. ശരിക്കും 8,000 അടയ്ക്കണ്ട. 400 × 800 കുറച്ചിട്ട് 400 അതായത് 1,600 × 5 800 എന്ന് പറയില്ല. 1,600 × 5 800. അപ്പോൾ 800 ൽ 8,000 1,600 × 5 8,000. അപ്പോൾ 8,000 രൂപയാണ് അയാൾ അടയ്ക്കേണ്ടത്. എക്സസ് അപ്ലിക്കേഷൻ മണി കുറച്ച് 800 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 7,200 വരും. അപ്പോൾ 7,200 രൂപ കൂടി അതിൽ നിന്ന് കുറയ്ക്കാം. അപ്പോൾ 2,00,000 നിന്ന് 20,000 കുറയ്ക്കുക. 2,00,000 നിന്ന് 20,000 കുറയ്ക്കുമ്പോൾ 1,80,000 വരും. ആ 1,80,000 നിന്ന് 7,200 കൂടി കുറയ്ക്കുക. 7,200 എങ്ങനെ കിട്ടിയ 1,600 × 5 ഡ്യൂ ആയ എമൗണ്ട് 8,000. അതിൽ ആളുടെ ഒരു എക്സസ് അപ്ലിക്കേഷൻ മണി 800 രൂപ വരും. 400 × 2 800 വരും. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് -1,80,000 1,80,000. അപ്പോൾ നമുക്ക് 1,72,800 രൂപ വരും. 1,00,000 ഇവിടെ 1,82,800 വരെയാണ്. അതായത് 1,80 1,80 1,72 തന്നെയാണ്. ഓക്കെ, അതായത് 2,00,000 നിന്ന് 20,000 കുറയ്ക്കുമ്പോൾ എത്ര വരും? 1,80,000 വരും. 2,00,000 നിന്ന് 20,000 കുറയ്ക്കുമ്പോൾ 1,80,000 വരും. 1,80,000 നിന്ന് 7,200 കുറയ്ക്കുമ്പോൾ 1,72,800. അപ്പോൾ ബാങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1,72,800. 1,72,800. ഓക്കെ, അതാണ് അലോട്ട്മെൻറ്റ് മണിയായിട്ട് പറഞ്ഞത് കേട്ടോ. 1,72,800. Allotment money received after adjusting excess application money of ₹10,000 and non-payment of 7,200 of 1,600 shares pro rata allotment.
ദെൻ ഷെയർ ഫസ്റ്റ് കോൾ. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? 20,000 ഇൻറ്റു അല്ല, ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ. ഇത് അലോട്ട്മെൻറ്റ് മണിയിൽ കിട്ടുന്നതാണ്. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 40,000 ഇൻറ്റു 2 80,000. ഇവിടെ നമുക്ക് അതൊന്ന് താഴേക്ക് ഇറക്കാം. 40,000 ക്ലിയർ അല്ലേ? ഓക്കെ, 40,000 ഇൻറ്റു 80,000. അപ്പോൾ ഷെയർ ഫസ്റ്റ് കോൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 80,000. ഇനി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ബാങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടുന്നില്ല. 40,000 രൂപ ബാങ്കിൽ നമുക്ക് കിട്ടേണ്ട എമൗണ്ട് എത്രയാണ്? 40,000 ഇൻറ്റു 2 80,000 അല്ലേ? 40,000 ഇൻറ്റു 2 ഫസ്റ്റ് കോൾ മണി 40,000 2ആണ്. അപ്പോൾ 40,000 ഷെയറാണ് അവിടെ ഉള്ളത്. 40,000 നിന്ന് 1,600 കുറയ്ക്കുക, 2,000 കുറയ്ക്കുക. അതായത് രണ്ടുപേരുടെ ഷെയർ ഫസ്റ്റ് കോൾ മണി കിട്ടണില്ലല്ലോ. അപ്പോൾ 40,000 നിന്ന് 1,600 2,000 കുറയ്ക്കുക. അതായത് ആകെ ഇഷ്യൂ ചെയ്ത ഷെയറിൻ്റെ എണ്ണം 40,000. അതിലൊരാൾ 1,600 ഷെയർ അടയ്ക്കാനുണ്ടായിരുന്നു. അയാൾ അലോട്ട്മെൻറ്റും അടച്ചില്ല, ഫസ്റ്റ് കോൾ അടച്ചില്ല. ഒരാൾ ഫസ്റ്റ് കോൾ മണി മുതൽ അടച്ചില്ല. അപ്പോൾ 2,000 ഷെയർ 2,000 1,600 3,600 ഷെയർ. അപ്പോൾ 40,000 ഷെയറാണ് ആകെ ഇഷ്യൂ ചെയ്തത്. അതിൽ 1,600 2,000 3,600 ഷെയറിൻ്റെ ഫസ്റ്റ് കോൾ മണി കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയത് 36,400 ഷെയറിൻ്റെ ഫസ്റ്റ് കോൾ മണിയാണ്. 36,400 ഇൻറ്റു 2 അപ്പോൾ എത്ര കിട്ടും? 72,800. 72,800. 72,800. ഓക്കെ, അപ്പോൾ 72,800 നമ്മൾ അവിടെ ഇടിക്കുന്നു. 72,800. 72 കോമകൾ മാറിപ്പോയി. അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റിയിട്ട് ഒരു 0 കുറച്ച്. ഓക്കെ, അപ്പോൾ അത് ഓക്കെ. ഫസ്റ്റ് കോൾ മണി റിസീവ്ഡ് വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് 3,600 ഷെയർസ്. ഇനി ഫൈനൽ കോൾ വരുമ്പോൾ എന്താണ്? ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ 40,000 3. ഫൈനൽ കോൾ മണി 3 ആണ്. 1,20,000 1,20,000. അതുപോലെ തന്നെ ക്രെഡിറ്റിൽ നമുക്ക് അത് എഴുതാം 1,20,000. ഓക്കെ, ദെൻ ബാങ്ക് അക്കൗണ്ട് ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്. ക്യാഷ് കിട്ടുമ്പോൾ നമ്മൾ എത്ര കുറച്ച് ഇടണം? ക്യാഷ് കിട്ടുമ്പോൾ 40,000 ഷെയറിൽ നിന്ന് 1,600 2,000 കുറയ്ക്കാം. 40,000 ഇൻറ്റു 40,000 നിന്ന് 3,600 കുറയ്ക്കാം. എണ്ണം 40,000 നിന്ന് 1,600 2,000 അപ്പോൾ 3,600 കുറയ്ക്കാം. അപ്പോൾ നമ്മൾ 36,400 തന്നു. 36,400 ഇൻറ്റു 3 അപ്പോൾ 109,200. 1,09,200. 109,200. ഓക്കെ, 109,200. ഫൈനൽ കോൾ മണി റിസീവ്ഡ് അൺടൈപ്പാണ്. 1,09,200. ഓക്കെ, അപ്പോൾ ഫൈനൽ കോൾ മണി റിസീവ്ഡ് വിത്ത് ദ എക്സെപ്ഷൻ ഓഫ് 3,600 ഷെയർസ്. ഇനി അത് ആ ഷെയർസ് ഫോർഫിറ്റ് ചെയ്യുന്നു. അപ്പോൾ 1,600 ഷെയർ ഫോർഫിറ്റ് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ട് 1,600 ഇൻറ്റു 10 16,000. കാരണം ഫുള്ളി കോൾട്ടപ്പാണ്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് കൂടി കിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രീമിയം കിട്ടിയില്ല. 1,600 ഷെയറിൻ്റെ പ്രീമിയം അലോട്ട്മെൻറ്റ് കൂടി മുതലേ കിട്ടാത്തത്. അപ്പോൾ സെക്യൂരിറ്റി പ്രീമിയം കിട്ടില്ല. 1,600 ഇൻറ്റു 3 3,200. ഓക്കെ, ഇനി നമുക്ക് ക്രെഡിറ്റിലൊക്കെ എന്ത് ചെയ്തൊക്കെ? ക്രെഡിറ്റിൽ നമുക്ക് ഇവിടെ ഷെയർ അലോട്ട്മെൻറ്റ് 1,600 ഇൻറ്റു 5 1,600 ഇൻറ്റു 5 കിട്ടേണ്ട എമൗണ്ട്. അതിൽ 400 ഇൻറ്റു 2 അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 1,600 ഇൻറ്റു 5 എന്ന് പറയുന്നത് 8,000 ആണ്. 8,000 400 ഇൻറ്റു 2 എക്സസ് അപ്ലിക്കേഷൻ മണി അഡ്ജസ്റ്റ് ചെയ്ത് കുറയ്ക്കുന്നു. 800 കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 7,200 വരുന്നു. അപ്പോൾ നമ്മൾ ഷെയർ അലോട്ട്മെൻറ്റിൽ ഷെയർ അലോട്ട്മെൻറ്റ് 7,200 എഴുതാം. 7,200. ഇനി ഷെയർ ഫസ്റ്റ് കോൾ ഫസ്റ്റ് കോളിൽ 1,600 ഇൻറ്റു 2 1,600 ഇൻറ്റു 2 നമ്മളിപ്പോൾ 1,600 ഷെയറിൻ്റെ ഫോർഫിച്ചർ എഴുതണേ. 1,600 2 എന്ന് പറയുമ്പോൾ എത്ര വരും? 3,200 വരും. ഓക്കെ, ദെൻ 1,600 ഇൻറ്റു 3 1,600 ഇൻറ്റു 3 എത്രയാണ്? 1,600 ഇൻറ്റു 3. ഓക്കെ, 1,600 ഇൻറ്റു 3 4,800 വരുന്നു. 4,800. ടു ഫോർഫിച്ചർ അക്കൗണ്ട് 1,600 ഇൻറ്റു 2 400 ഇൻറ്റു 2
ആപ്ലിക്കേഷൻ മണി മാത്രം 2000 ഷെയറാണ്. അപ്പോൾ 2000 2 4000 രൂപ വരും. 4000 രൂപ വരും. 4000 4000. ഓക്കെ. അപ്പോൾ അതിൻ്റെ നരേഷനായിട്ട് നമ്മൾ ഇവിടെ 16 19 200 വരും. 7 3 10 10 4 14 14 4 18 18 19 19 200. ഓക്കെ. ഇനി 2000 ഷെയർ ഫോർഫിറ്റ് ചെയ്യണം. 2000 ഷെയർ ഫോർഫിറ്റ് ചെയ്യുമ്പോൾ 2000 ഷെയർ ഫോർഫിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരും നമുക്ക് നോക്കാം. ഇതൊന്ന് താഴേക്ക് കൊണ്ടുപോട്ടെ. എന്നിട്ട് നോക്കുക. 2000 × 10 2000 × 10 എന്ന് പറയുമ്പോൾ 2000 × 10 20,000. ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം എഴുതേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെക്യൂരിറ്റി പ്രീമിയം കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് കോളിലാണ് ഡ്യൂ ആകുന്നത്. അപ്പോൾ 2000 × 2 4000. ഓക്കെ. ടു ഷെയർ ഫൈനൽ കോൾ 2000 × 3 6000. 2000 × 3 6000. ടു ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് 2000 × 5 10,000. അപ്ലിക്കേഷൻ മണിയും അലോട്ട്മെൻറ്റ് മണിയും. അപ്പോൾ ഫോർഫിച്ചർ ഓഫ് 200 shares of this 10 each for non-payment of first call rupees 2 and 3 respectively. ഓക്കെ. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ പ്രോബ്ലത്തിൻ്റെ ആൻസർ കേട്ടോ. കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. എസ് ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. ക്ലിയർ ആയിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. താങ്ക് യു.